ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ് എല്ലാവരെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോവേറ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ മുന്നും ഞാൻ അലോവേറ സോപ്പ് ഉണ്ടാക്കുന്നതായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ക്വാളിറ്റിയിൽ, ബെസ്റ്റ് ക്വാളിറ്റിയിൽ നല്ല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾ അലോവേറ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ജെല്ലും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ അലോവേറയുടെ പൾപ്പ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മുന്നേ ഉണ്ടാക്കിയതിൽ അതിൻ്റെ ജെല്ല് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് അലോവേറയാണ്. അപ്പോൾ നമ്മളെ വീട്ടിൽ അലോവേറ ഓൾറെഡി ഉള്ളത് കാരണം അവിടെ നിന്ന് പൊട്ടിച്ചു കൊടുക്കുന്നതാണ്. ജസ്റ്റ് ഒരു തണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അലോവേറ എടുക്കുന്നതിന് മുന്നേയിട്ട് എല്ലാവരും അതിൻ്റെ ആ ഒരു കറ, ഒരു മഞ്ഞ കറ അതിൽ നിന്ന് ഒരു പശ പോലെ ഇളകി വരാനുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ വെക്കുന്നത് നല്ലതായിരിക്കും. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ ഇളകി പോവുക. അതിന് ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. എന്നിട്ട് അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബേസ്, ഞാൻ ജസ്റ്റ് ഒരു 400 ഗ്രാം ഓഫ് ബേസാണ് എടുക്കുന്നത്. ഗ്ലിസറിൻ ബേസാണ് കേട്ടോ. പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബേസാണിത്. അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ ഗ്ലിസറിൻ ബേസ് തന്നെയാണ്. പക്ഷേ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേബി ബേസ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബേസാണ് കേട്ടോ. pH 5.5 വരുന്ന ഒരു ബേസാണ്. ബേബീസിനൊക്കെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ കസ്റ്റമേഴ്സൊക്കെ. ഞാനിത് ജസ്റ്റ് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ജസ്റ്റ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇത് വെക്കുക. ഡയറക്റ്റ് ഹീറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെയാണ് ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടത്. അങ്ങനെ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കിനി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നോക്കാം. ഫസ്റ്റ് തന്നെ വിർജിൻ കോക്കനട്ട് ഓയിലാണ്. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി ചെയ്തിട്ട് എടുക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പ്രൊഡക്റ്റ് തന്നെയാണ്. എന്താ പറയുക, ബേബീസിനായിട്ട് പ്രത്യേകം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്ന ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കി കൊടുക്കുന്നത്. ഇത് 100 ഗ്രാമിൻ്റെ ബോട്ടിലാണ്. പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിൻ, പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, അലോവേറയുടെ എക്സ്ട്രാക്റ്റും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അലോവേറ പൾപ്പ് അത് ഓപ്ഷണലാണ്, എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉള്ളവർക്ക് എടുക്കാം, ഇല്ലാത്തവർക്ക് എടുക്കണ്ട. പിന്നെ അലോവേറയുടെ നമ്മൾ ആ ഒരു പൾപ്പ് ജ്യൂസ് ആക്കിയത്, പിന്നെ ഗ്രീൻ കളർ, കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ നമുക്ക് ഒന്നും കൂടെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കളറൊക്കെ യൂസ് ചെയ്താൽ രസമുണ്ടായിരിക്കും. പിന്നെ വൈറ്റമിൻ ഇ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത്, പിന്നെ അതിലേക്ക് വേണ്ട പെർഫ്യൂം, ഫ്രാഗ്രൻസ് ഓയിൽ, പിന്നെ ലാസ്റ്റ് ഒരു ഫിനിഷിങ്ങിനായിട്ടുള്ളൊരു ബബിൾ സ്പ്രേ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ യൂസ് ആക്കുന്നത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ളൊരു മോൾഡ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മോൾഡ് ചൂസ് ചെയ്യാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മോൾഡ് ഒരു ഒക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു മോൾഡാണ്, 6 ക്യാവിറ്റി വരുന്ന ഒരു മോൾഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ അലോവേറയുടെ ആ ഒരു പൾപ്പ് അല്ലെങ്കിൽ ആ ഒരു ജ്യൂസ് ആക്കി വെച്ചതാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മോൾഡ് ഭയങ്കര മൂവിങ് ആയിട്ടുള്ളൊരു മോൾഡായിരുന്നു. അത് സ്റ്റോക്ക് കഴിഞ്ഞിപ്പോൾ സ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് പീസും കൂടെ ഉണ്ട്. അപ്പോൾ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് നമ്പറിൽ. പിന്നെ ഇതിലേക്ക് ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വിർജിൻ കോക്കനട്ട് ഓയിൽ. ഇനിയിപ്പോൾ വിർജിൻ കോക്കനട്ട് ഓയിൽ ഒന്നും കൂടെ നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല ഓയിൽസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. പക്ഷെ ഒന്നും കൂടെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസ് നല്ലതാക്കി എടുത്തതാണ്. വൈറ്റമിൻ ഇ ഓയിൽ, കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഞാൻ ആദ്യം കാണിച്ചു തരുന്നതൊക്കെ വൈറ്റമിൻ ഇ ഓയിൽ അതിൻ്റെ കളറ് വൈറ്റ് ആയിരുന്നു, പ്യുവർ വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ പക്ഷെ അതിൻ്റെ കളറ് മാറിയിട്ടുണ്ട്, ഒന്നും കൂടെ ഒരു ബ്രൗണിഷ് കളറിലാണ് കേട്ടോ അപ്പോൾ വൈറ്റമിൻ ഇ ഓയിൽ കോൺസെൻട്രേറ്റ് വരുന്നത്. അപ്പോൾ കുറേ പേർക്ക് നമ്മൾ പാർസൽ അയച്ചു, കാരണം നമ്മൾ പഴയ വീഡിയോസിലൊക്കെ അതിൻ്റെ പ്യുവർ വൈറ്റ് ആയിരുന്നു. ഇപ്പോഴത്തേലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു ബ്രൗൺ കളറിലാണ് വരുന്നത്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടുണ്ട്. വീണ്ടും അവർ ഫോട്ടോ അയച്ച് ചോദിക്കും, ഇത് തന്നെയാണോ വൈറ്റമിൻ ഇ ഓയിൽ? അപ്പോൾ അതുതന്നെയാണ് വൈറ്റമിൻ ഇ ഓയിൽ. കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളൂ കേട്ടോ. സെയിം ഐറ്റം സെയിം തന്നെയാണ്, വിത്ത് സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ വിർജിൻ കോക്കനട്ട് ഓയിലൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ അലോവേറയുടെ ആ ഒരു പ്യൂരി നമ്മൾ ജ്യൂസ് ആക്കിയത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു.
ഇനി നമുക്ക് കോസ്മെറ്റിക് ഗ്രേഡഡ് ആയിട്ടുള്ള കളേഴ്സായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഗ്രീൻ കളർ കേട്ടോ, അലോവേറ സോപ്പിന് ഒന്നുകൂടെ നല്ലത് ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ 2, 3, 4 ഡ്രോപ്സൊക്കെ ആദ്യം ആഡ് ചെയ്ത് നോക്കിയിട്ട്, കാരണം കളർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വെള്ളം ഒഴിച്ച് നമുക്ക് നീട്ടാനൊന്നും പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു 2, 3, 4 ഡ്രോപ്സ് ആഡ് ചെയ്തതിന് ശേഷം മാത്രം പിന്നീട് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ മോൾഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക കേട്ടോ. കാരണം അതല്ലെങ്കിൽ സോപ്പിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, പിന്നെ നമ്മൾ അടർത്തി എടുക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ജസ്റ്റ് ഒരു തുണി വെച്ച് തുടച്ചാലും മതി, അല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഫുള്ളായിട്ട് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊരു ഒക്ടാങ്കിൾ ഷേപ്പിൽ വരുന്ന മോൾഡാണ്. മോൾഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. ഇതൊരു 75 ഗ്രാമോ ആണ്ട് വരുന്നുള്ളൂ ഇതിൻ്റെ ഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഞാനാകെ 400 ഗ്രാമാണ് സോപ്പ് ബേസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് താല്പര്യമുള്ളവർക്ക് നമ്മളെ വാട്സപ്പ് നമ്പർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല ഓഫേഴ്സും കാര്യങ്ങളിലാണ് നമ്മളിപ്പോൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതേപോലെ എന്നല്ല, ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് നമുക്ക് യൂട്യൂബിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയാൽ പോരെ. പക്ഷേ മെഷർമെൻറ്റ്സ് കറക്റ്റായി പൗഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വൈറ്റനിങ്ങിനായിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യാം, പിമ്പിൾസ് വരുന്ന സ്കിന്നിൽ എന്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കുറച്ച്, അതുപോലെ പിഗ്മെൻറ്റേഷൻ, അണ്ടർ ആംസിലും നെക്കിലൊക്കെ വരുന്ന പിഗ്മെൻറ്റേഷൻ, അങ്ങനത്തെ സ്കിന്നിനെ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം, എന്ത് ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നല്ല എന്താ പറയുക, അറിവും കൂടെ കിട്ടുന്ന തരത്തിലുള്ള ക്ലാസ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ സോപ്പ് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം ആ ഒരു നല്ലൊരു പെർഫെക്റ്റ് അലോവേരയുടെ ഷെയ്ഡിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡാർക്ക് കളറാകുമ്പോൾ ഒന്നുകൂടെ ഇനിയും ബോറാവും. അപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് നല്ലതെന്ന് തോന്നിയ കാരണമാണ് ഞാൻ പിന്നെ അധികം ഓവറായിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കാതിരുന്നത് കേട്ടോ. പിന്നെ കളേഴ്സൊക്കെ ആഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്വാളിറ്റിയിലുള്ളതും നമുക്ക് ഉണ്ടാക്കി വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം, നമ്മളെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവരും കൂടെ ഇതൊന്ന് അറിഞ്ഞ് അവർക്കും കൂടെ ഒരു നല്ലൊരു നോളജ് കിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.